Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. ഗോസസ് ലോ ഉപയോഗിച്ച് നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് phi that is equal to integral E dot ds, that is equal to 1 by epsilon q enclosed. ആദ്യത്തെ ചോദ്യം ഗ്രിഫിത്തിലുള്ള ഒരു എക്സാമ്പിൾ ആണ്. Two infinite parallel planes carry equal but opposite uniform charge densities. Plus or minus sigma എന്നുള്ള ക്വാണ്ടിറ്റി ആണ്. ഇവിടെ എ അല്ല, ഇറ്റ് ഈസ് സിഗ്മ. Find the field in each of the three regions. First region to left of both, second is between them, and third is to the right of both. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ട് മുമ്പത്തെ ഒരു എക്സാമ്പിൾ, തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള, അതായത് ഒരു ഇൻഫൈനൈറ്റ് ഷീറ്റ് ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കോസിൻ സർഫസ് ആയിട്ട് ഒരു പിൽ ബോക്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഷീറ്റിൻ്റെ രണ്ട് സൈഡിലേക്കും, ഇതാണ് പ്ലെയിൻ ഷീറ്റ് എങ്കിൽ ഷീറ്റിൻ്റെ രണ്ട് സൈഡിലും കിട്ടിയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ഡിവൈഡഡ് ബൈ 2 epsilon 0 ആയിരുന്നു. ഓക്കെ, ഇനി ഇവിടെ ആലോചിക്കേണ്ടത് ഈ സിഗ്മ എന്നുള്ള ക്വാണ്ടിറ്റി, ഇത് സർഫസ് ചാർജ്, അത് പ്ലസ് ആണോ മൈനസ് ആണ്? ഇവിടെ നമുക്ക് പ്ലസ് ആണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നിന്നുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. ഇവിടെ നിന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. എങ്ങനെ മനസ്സിലാക്കുന്നത്? അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫീൽഡ് ലൈൻസ് ഔട്ട്വേർഡ് ആയിരിക്കും. ഇപ്പോൾ ഇതൊരു ഇൻഫൈനൈറ്റ് ഷീറ്റ് ആണ്. അപ്പോൾ അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള ഫീൽഡാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിന്ന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ ഇതേപോലെ ആയിരിക്കും. ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഇനി ഇതിന് പകരം ഈ ഇൻഫൈനൈറ്റ് ഷീറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മ ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ചേഞ്ച് എന്തായിരിക്കും? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത് തന്നെ ആയിരിക്കും, സിഗ്മ ഡിവൈഡഡ് ബൈ രണ്ട് ഭാഗത്തും സിഗ്മ ഡിവൈഡഡ് ബൈ 2 epsilon 0. പക്ഷെ ചേഞ്ച് എന്താ സംഭവിക്കുക? ഡയറക്ഷൻ, അതായത് ഫീൽഡ് ലൈൻസ് ഡയറക്ഷൻ ടു ദി ഷീറ്റ് ആയിരിക്കും. ഇവിടെ എല്ലാം ടു ദി ഷീറ്റ് ആയിരിക്കും. അപ്പം ഈ രണ്ട് കേസും കൂടെ
കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്കുള്ള കേസായി. നോക്കുക, ഇവിടെ ഫസ്റ്റ് പ്ലസ് സിഗ്മ എന്നുള്ള ഷീറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, മൈനസ് സിഗ്മ എന്നുള്ള ഷീറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം ഇപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്തതിൽ തന്നെ വേണമെങ്കിൽ കാണിക്കാം. ഇവിടെ നമ്മൾ പ്ലസ് ഇത് കൊണ്ടുണ്ടാവുന്നത് ഈ പ്ലസ് ആയിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുക, മൈനസ് കൊണ്ടുണ്ടാവുന്നത് ഈ മൈനസ് ആയിട്ട് കാണിക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു, ഈ മൈനസും ഈ മൈനസ് ഷീറ്റും അതേപോലെ തന്നെ ഈ പ്ലസ് ഷീറ്റും എന്നുള്ളത് നമ്മൾ ഇവിടേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അതൊന്ന് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഇവിടെ നോക്കാം. അതായത് ഇവിടെ പ്ലസ് സിഗ്മ എന്ന സർഫസ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇതിൻ്റെ പുറത്തേക്ക് ഇവിടെ ഈ പ്ലസ് കാണിച്ചിട്ടുണ്ട് നോക്കുക. ഇവിടെ മാത്രമല്ല, ത്രൂ ഔട്ട് ഇവിടെ ഈ പ്ലസിൻ്റെ ഡയറക്ഷൻ, കാരണം ഇതിൻ്റെ ഔട്ട്വേർഡാണ്, ഇങ്ങോട്ടാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ആ ഈ പ്ലസ് കൊണ്ട് ഇവിടേക്കൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഇവിടെ മാത്രമല്ല, ഇവിടേക്കൊക്കെ എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡ്. ഈ പ്ലസ് കൊണ്ട് ഈ പ്ലസ് ഇവിടെയൊക്കെ ഉണ്ട്. എന്തുകൊണ്ടുള്ളതാണ്, ഈ പ്ലസ് കൊണ്ടുള്ളതാണ്. ഇനി ഇവിടെ ഈ പ്ലസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇവിടെ ഈ പ്ലസ് കൊണ്ടുണ്ടാവുന്ന ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, ഇനി ഇവിടെ സംഭവിക്കുന്നത് ഇനി നമുക്ക് ഈ മൈനസ് സിഗ്മ എന്ന സർഫസ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നോക്കാം. അതിൻ്റെ ഡയറക്ഷനും കാണിക്കാം. കാരണം ഈ മൈനസ് സിഗ്മ കൊണ്ട് സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഡയറക്ഷൻ മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈനസ് സിഗ്മ ഇതാണ് ആ ഷീറ്റ്. അപ്പോൾ ഇവിടെ മൈനസ് സിഗ്മ കൊണ്ട് ഉണ്ടാവുന്നത് അതിൻ്റെ ഡയറക്ഷൻ ഇൻവേർഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് മൈനസ് സിഗ്മ കൊണ്ട് ഉണ്ടാവുന്ന ഡയറക്ഷൻ ഇൻവേർഡ് ആണ്. അത് ഇവിടെ ഈ സൈഡിലേക്ക്, അതായത് മൈനസ് സിഗ്മയിലേക്കാണ്, മൈനസ് സിഗ്മ എന്നുള്ള പ്ലേറ്റിലേക്കാണ്, പ്ലേറ്റിൻ്റെ അവിടേക്ക് ഇൻവേർഡ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ. ഇനി ഇവിടുത്തെ കേസ് നോക്കിയാലോ, ഇവിടെ നിന്ന് മൈനസ് സിഗ്മ എന്നുള്ള പ്ലേറ്റ് ഇവിടെയാണ്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നും ഈ ഡയറക്ഷനിലേക്കാണ്. ഇത്ര മനസ്സിലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നോക്കാം, ഇനി ആ 3 റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റീജിയൻ, ഇത് സെക്കൻഡ് റീജിയൻ, ഇത് തേർഡ് റീജിയൻ. ഫസ്റ്റ് റീജിയനിൽ ഇവിടെ മൈനസ് സിഗ്മ കൊണ്ടുണ്ടാവുന്നത് ഈ ഡയറക്ഷനിലേക്കും പ്ലസ് സിഗ്മ കൊണ്ടുണ്ടാവുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. അപ്പം ഈ ഭാഗത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈ പ്ലസ് കൊണ്ടുണ്ടാവുന്നതും ഈ മൈനസ് കൊണ്ടുണ്ടാവുന്നതും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് ഇത് സം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, റിസൾട്ട് 0 ആയിരിക്കും. അതേപോലെ തന്നെ റീജിയൻ 3 നോക്കാം.
അവിടെയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഈ പ്ലസും ഈ മൈനസും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് അവ സം ചെയ്ത് കഴിഞ്ഞാലും 0 ആയിരിക്കും. പക്ഷേ ഇൻ ബിറ്റ്വീനിലുള്ള സെക്കൻഡ് റീജിയനിൽ ഈ മൈനസ് കൊണ്ടുണ്ടാവുന്നതും ഈ പ്ലസ് കൊണ്ടുണ്ടാവുന്നതും സെയിം ഡയറക്ഷനാണ്. അതുകൊണ്ട് അത് മാത്രം ആഡ് ചെയ്ത് വരും. ഇൻ ദി റീജിയൻ 2 എന്ത് സംഭവിക്കും? ഈ ടോട്ടൽ മസ്റ്റ് ബി ഈക്വൽ ടു ഇ പ്ലസ് ഇ മൈനസ്. Then sigma divided by 2 epsilon 0 plus sigma divided by 2 epsilon 0, that is equal to sigma divided by epsilon 0. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ഗോസസ് ലോ to find the electric field inside and outside a spherical shell of radius r which carries a uniform surface charge density sigma. അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഒരു സ്ഫെറിക്കൽ ഷെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അതായത് സ്ഫിയറിന്റെ ഷേപ്പ് ആയിരിക്കും, ഉള്ളില് ഹോളായിരിക്കും, അതായത് ആ സ്ഫിയറിന്റെ ഉള്ളിൽ പൊള്ളയായിരിക്കും. അതുകൊണ്ട് അതിൽ എന്തുണ്ടാവില്ല? വോളിയം ചാർജ് ഡെൻസിറ്റി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം തിൻ ലെയർ മാത്രം പുറത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് അവിടെ സർഫസ് ചാർജ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ചില സമയത്ത് സ്ഫെറിക്കൽ ഷെല്ലായിരിക്കും, പക്ഷേ തിക്കായിരിക്കും. അതായത് ഉള്ളിൽ കുറച്ച് ഭാഗം പൊള്ളയാണ്, പക്ഷെ അതിൽ കുറച്ച് ഭാഗത്ത് ഒരു കട്ടി കൂടിയ ഭാഗം ഉണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ എന്തുണ്ടായിരിക്കും? വോളിയം ചാർജ് ഡെൻസിറ്റി ഉണ്ടായിരിക്കും. ആ പെർട്ടിക്കുലർ വോളിയത്തിൽ ഒരു ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി കൊടുത്തിട്ടുള്ളത് കൊണ്ട് സർഫസിൽ മാത്രമാണ് ചാർജ് ഉള്ളത്. ഇനി കാണാനുള്ളത് ഇൻസൈഡും ഔട്ട്സൈഡും ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇൻസൈഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ ഇവിടുത്തെ ഈ കാണിച്ചിട്ടുള്ളതാണ്, അതായത് കൂടുതൽ ഡാർക്കായിട്ട് കാണുന്നതാണ് സ്ഫെറിക്കൽ ഷെല്ല്. ഇത് ഇൻസൈഡാണ്, ഇത് ഔട്ട്സൈഡ്. അതായത് ഇൻസൈഡിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ ഒരു ഗോസിയൻ സർഫസ് ഓക്കെ. അപ്പം ഇവിടെ ഇൻസൈഡിൽ ഒരു ഗോസിയൻ സർഫസ് ആദ്യം നമ്മൾ വരച്ചിട്ടുണ്ട്. അവിടേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ്. ഇനി നമുക്കറിയാം, യൂസിങ് ഗോസസ് ലോ, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു 1/ε0 ക്യൂ എൻക്ലോസ്ഡ്. ഓക്കെ. ഇനി ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ഇവിടെ
ഇലക്ട്രിക് ഫീൽഡ്, അതായത് നമ്മളൊരു സ്ഫെറിക്കൽ സിമെട്രി ഉള്ളത് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ആ ഭാഗങ്ങളിൽ സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇ എന്നുള്ള ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ എന്താണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എ, അതായത് ടോട്ടൽ സർഫസ് ഏരിയ. ആ ടോട്ടൽ സർഫസ് ഏരിയ ഒരു സ്ഫിയറിൻ്റെ സ്മോൾ ആർ റേഡിയസ് ആയിട്ടുള്ള ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ 4πr² ആയിരിക്കും. ഇനി നമ്മൾ റൈറ്റ് സൈഡ് നോക്കുക. 1/ε0 q എൻക്ലോസ്ഡ്. ഇവിടെ ചാർജ് എവിടെയാണ് ഉള്ളത്, അതായത് സർഫസ് ചാർജ് എവിടെയാണ് ഉള്ളത്, ഈ ഷെല്ലിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് എൻക്ലോസ് ചെയ്തിട്ടുള്ള ചാർജ് ഒന്നും തന്നെ ഇല്ല. അതായത് ക്യൂ എൻക്ലോസ്ഡ് ഈക്വൽ ടു 0 ആണ്. ക്യൂ എൻക്ലോസ്ഡ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 0 ഓർ ഇ മസ്റ്റ് ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഔട്ട് സൈഡ് നോക്കാം. ഔട്ട് സൈഡിൽ ഇതാണ് ഔട്ട് സൈഡ്. ഇവിടേക്കുള്ള റേഡിയസ് നമ്മൾ സ്മോൾ ആർ ആയിട്ട് തന്നെ, കാരണം ഗോസിയൻ സർഫസിലേക്കുള്ള റേഡിയസ് എപ്പോഴും നമ്മൾ സ്മോൾ ആർ ആയിട്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ ഷെല്ലിൻ്റെ റേഡിയസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഷെല്ലിൻ്റെ റേഡിയസ് എത്രയാണ്? ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ ഇവിടേക്ക് ഇതിൻ്റെ ഗോസിയൻ സർഫസിൻ്റെ അവിടേക്കുള്ളത് സ്മോൾ ആർ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഷെല്ലിൻ്റെ അവിടേക്കുള്ളത് ക്യാപിറ്റൽ ആർ ആണ്. ഇനി ഔട്ട് സൈഡിൽ അപ്ലൈ ചെയ്യുമ്പോഴും ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു 4πr². ഇവിടുത്തെ അതേപോലെ തന്നെ, പക്ഷേ മാറ്റം വരുന്നത് ഇവിടെ മാത്രമാണ്. അതായത് റൈറ്റ് സൈഡിൽ 1/ε0 ക്യൂ എൻക്ലോസ്ഡ്. ക്യൂ എൻക്ലോസ്ഡ് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ക്യൂ എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ സർഫസ് ചാർജ് ആണുള്ളത്. അപ്പോൾ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? സിഗ്മ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി എ. അപ്പോൾ ഡി ക്യൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡി ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ഡി എ ഓർ ക്യൂ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സിഗ്മ ഡി ആണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ആ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ക്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സിഗ്മ ഡി എ. സിഗ്മ യൂണിഫോം സർഫസ് ചാർജ് ആയതുകൊണ്ട് സിഗ്മേനെ ഔട്ട് സൈഡിൽ എടുത്തു. ഇനി ഇൻ്റഗ്രൽ ഡി എ. എവിടെയാണ് ചാർജ് ഇരിക്കുന്നത്? എവിടെയാണ് ചാർജ്? എവിടെയാണുള്ളത്? ഈ ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള സ്ഫിയറിൻ്റെ സർഫസിലാണ്. ദെൻ സിഗ്മ 4πr². അപ്പോൾ നമ്മളുടെ ക്യൂ എൻക്ലോസ്ഡ് നമുക്ക് കിട്ടി. ക്യൂ എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു സിഗ്മ 4πr². അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/ε0 സിഗ്മ 4πr². ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു? 4πയും 4πയും ക്യാൻസൽ ചെയ്തു. ഓക്കെ, ദെൻ ഇന് മാത്രം ഈ സൈഡിൽ നിർത്തി r² ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയി. ദെൻ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ r² ഡിവൈഡഡ് ക്യാപിറ്റൽ R² ഡിവൈഡഡ് ബൈ ε0 r². ഇനി സർഫസിൽ നമുക്ക് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. സർഫസിൽ ഔട്ട് സൈഡിലുള്ളത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ചെയ്താൽ മതി. സർഫസിൽ നമുക്കറിയാം സ്മോൾ ആർ മസ്റ്റ് ബി ഈക്വൽ ടു എന്തായിരിക്കും? ക്യാപിറ്റൽ ആർ ആയിരിക്കും. അപ്പോൾ അതിലിത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ r² ക്യാൻസൽ ചെയ്യും. ദെൻ സിഗ്മ ഡിവൈഡഡ് ബൈ
എപ്സിലോൺ 0 ആർ ക്യാപ്. ഇതായിരിക്കും സർഫസിൽ ഉണ്ടാവുന്നത്. അടുത്ത പ്രോബ്ലം നോക്കാം. യൂസ് Gauss's law to find the electric field inside a uniformly charged sphere. Charge density rho. സ്ഫിയർ ആണ്, അതിൻ്റെ വോളിയം ചാർജ് ഡെൻസിറ്റി റോ ആയിട്ട് തന്നിട്ടുണ്ട്. ഇൻസൈഡിലാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻസൈഡിൽ നമ്മൾ ഇവിടെ ഒരു ഗോസിയൻ സർഫസ്, ആർ റേഡിയസ് ഉള്ള ഒരു ഗോസിയൻ സർഫസ്, സ്മോൾ ആർ റേഡിയസ് ഉള്ള ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഗോസസ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഇ ഇൻറ്റു 4πr². 4πr² നമുക്ക് വന്നത് അറിയാമല്ലോ, കാരണം അവിടുത്തെ സർഫസ് ഏരിയ, ആ സ്മോൾ ആർ റേഡിയസ് ഉള്ള സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ക്യു എൻക്ലോസ്ഡ്. ഇനി ഇവിടെ ക്യു എൻക്ലോസ്ഡ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, കാരണം ഇവിടെ ക്യു എൻക്ലോസ്ഡ് നമുക്ക് അറിയില്ല. വോളിയം ചാർജ് ഡെൻസിറ്റിയുടെ ടേമിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി വോളിയം ചാർജ് ഡെൻസിറ്റിയുടെ ടേമിൽ ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാം റോ ഇസ് ഈക്വൽ ടു ഡി ക്യു ഡിവൈഡഡ് ബൈ ഡി ടോ അല്ലെങ്കിൽ ഡി വി എന്നുള്ള ക്വാണ്ടിറ്റി, ഓർ ഡി ക്യു ഇസ് ഈക്വൽ ടു റോ ഡി വി. ദെൻ ടോട്ടൽ ഇത് ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിഫോം ചാർജ് സ്ഫിയർ ആണ്, റോ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം, റോ ഇൻ്റഗ്രൽ ഡി വി. ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ വോളിയാണ്, കാരണം എവിടുത്തെ ചാർജാണോ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് സ്മോൾ ആർ റേഡിയസ് ആയിട്ടുള്ള സ്ഫിയറിലാണ് ഉള്ള ചാർജാണ് കാണുന്നത്. അപ്പോൾ അവിടുത്തെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, 4/3 പൈ സ്മോൾ ആർ ക്യൂബ്. ഓക്കെ, അപ്പോൾ ക്യു എൻക്ലോസ്ഡ് അവിടുത്തെ നമുക്ക് കിട്ടി. ക്യു എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, 1 ക്യു എൻക്ലോസ്ഡിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 4/3 പൈ ആർ ക്യൂബ് റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ നിന്ന് ഇയുടെ എക്സ്പ്രഷൻ അറേഞ്ച് 4π രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്തു. ദെൻ എന്ത് കിട്ടും, 1/3ε0 റോ ആർ ആർ ക്യാപ്. ഇനി ആ ഇലക്ട്രിക് ഫീൽഡിനെ തന്നെ നമുക്ക് ഇതേ എക്സ്പ്രഷനെ വേറെ രൂപത്തിൽ മാറ്റി എഴുതാം. അതായത് ഇവിടെയുള്ള ഈ ക്വാണ്ടിറ്റി, അതായത് ക്യു എൻക്ലോസ് ക്യു ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് 4/3 പൈ r² ഇൻറ്റു റോ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ റോ എന്നുള്ള ക്വാണ്ടിറ്റീനെ, അത് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ആണ്. ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ക്യൂ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് ഇൻ ദ സ്ഫിയർ ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ ഇതാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, റോ മസ്റ്റ് ബി ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ ഡിവൈഡഡ് ബൈ 4/3 ആർ ക്യൂബ് ഉണ്ട്, 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, ഇനി ഈ എക്സ്പ്രഷനിൽ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. റോയ്ക്ക് പകരം
1/3 epsilon 0 q divided by 4/3 pi r cube r cap. ത്രീ ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ എന്ത് കിട്ടും? 1/epsilon 0 അല്ല ക്യാൻസൽ ചെയ്യുന്നത്, 3 ആണ് ക്യാൻസൽ ചെയ്യുന്നത്. എന്താണ് ഇവിടെ വരുന്നത്? 1/4 epsilon 0 QR divided by R cube. QR divided by R cube. ഈ രൂപത്തിൽ നമുക്ക് ആ എക്സ്പ്രഷനെ മാറ്റി എഴുതാൻ പറ്റും. അടുത്തത് സ്ഫിയറിൻ്റെ പ്രോബ്ലം തന്നെയാണ്, പക്ഷേ യൂണിഫോം ചാർജ് ഡെൻസിറ്റി അല്ല. നേരത്തെ കേസിൽ യൂണിഫോം ചാർജ് ഡെൻസിറ്റി ആയിരുന്നു. ഇവിടെ ചാർജ് ഡെൻസിറ്റി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ ആണ്. അത് റോ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ. അവിടെ ഒരു സം കോൺസ്റ്റൻറ്റ് കെ എന്നുള്ള കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. റോ ഈസ് ഈക്വൽ ടു കെ ആർ ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻസൈഡിലാണ് നമ്മൾ കാണുന്നത്. ഇൻസൈഡിൽ കാണുന്ന സമയത്ത് സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു ഗോസിയൻ സർഫസ് വരച്ചിട്ടുണ്ട്. ദെൻ ഇ ഇൻറ്റു 4πr² ഇസ് ഈക്വൽ ടു 1/epsilon 0 q എൻക്ലോസ്ഡ്. ഇനി ഇവിടെ q എൻക്ലോസ്ഡ് എന്നുള്ള ക്വാണ്ടിറ്റി ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. q എൻക്ലോസ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? q എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ഡി വി അല്ലെങ്കിൽ റോ ഡി ടോ. ഓക്കെ, നേരത്തെ കേസിൽ നമ്മൾ റോ എന്നുള്ളത് യൂണിഫോം ആവുന്നത് കൊണ്ട്, അതായത് യൂണിഫോം ചാർജ് ഡെൻസിറ്റി ആയതുകൊണ്ട് നമ്മൾ റോനെ ഔട്ട് സൈഡ് എടുത്തു. പക്ഷേ ഇവിടെ റോനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റോ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡി ടോ എന്നുള്ള ക്വാണ്ടിറ്റിക്ക് നമ്മൾ എക്സ്പ്രഷൻ എഴുതണം. അതായത് ഡി ടോ എന്നുള്ളത് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ അതിൻ്റെ എക്സ്പ്രഷൻ എന്താണെങ്കിൽ അത് എഴുതണം. അപ്പോൾ ആ എക്സ്പ്രഷനാണ് ഇവിടെ കാണുന്നത്. അതായത് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ഡി ടോ എന്നുള്ള ക്വാണ്ടിറ്റി ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു r² sin θ dr dθ dφ ആയിരിക്കും. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ഫെറിക്കൽ സിമ്മെട്രി ഉള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ, കാരണം സ്ഫെറിക്കൽ ഷെല്ലോ അതേപോലെ തന്നെ ഫുൾ സ്ഫിയർ ആയിട്ടുള്ള കാര്യത്തിൽ സ്ഫെറിക്കൽ ഷെല്ല്, അതേപോലെ തന്നെ സ്ഫെറിക്കൽ ഷെല്ല് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സ്ഫെറിക്കൽ ഷെല്ലിന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു പെർട്ടിക്കുലർ എന്തുണ്ടായിരിക്കും? തിക്നെസ് ഉള്ള സ്ഫെറിക്കൽ ഷെല്ല്. അപ്പോഴേ എന്തുണ്ടാവുള്ളൂ? വോളിയം ചാർജ് ഡെൻസിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സ്ഫെറിക്കൽ സിമെട്രി ഉള്ള കേസിൽ അല്ലെങ്കിൽ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ആറ് വാരി ചെയ്യുന്നത് 0 to ഇൻഫിനിറ്റി ആണ്. അതുവരെ വാരി ചെയ്യാം. ഇനി തീറ്റയുടെ വാരിയേഷൻ 0 to പൈ ആണ്. ഫൈ എന്നുള്ള ക്വാണ്ടിറ്റി 0 to 2π ആണ്. ഇനി ഇപ്പോൾ ഇവിടെ ഈ ഇൻ്റഗ്രൽ എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ എഴുതുന്ന സമയത്ത് റോ എന്നുള്ളത് എന്തിനെ മാത്രമാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? റോൻ്റെ ഡിപ്പെൻഡൻസ് നോക്കിയിട്ട്. റോ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇവിടെ ആറിനെ മാത്രമാണ്. അതായത്
എന്തിൽ ഡിപ്പെൻഡൻസ് ഇല്ല? തീറ്റയിലും ഫൈയിലും ഡിപ്പെൻഡൻസ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ, റേഡിയലി മാത്രം ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ആ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ നമുക്ക്, കാരണം ഈ ഒരു ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ ഇൻ്റഗ്രലാണ്. ഏതിലൊക്കെ ഉണ്ട്? ഡി ആറിലുണ്ട്. ഇവിടെ നോക്കുക, ഡി ആറിൽ, ഡി തീറ്റയിൽ, ഡി ഫൈയിൽ. അപ്പോൾ ഡി തീറ്റയിലും ഡി ആറിലും ഇവിടെ ഒരിക്കൽ കൂടെ പറയുന്നു, എന്തിൽ ഡിപ്പെൻഡൻസ് ഇല്ല? തീറ്റയിലും റോ എന്നുള്ള ക്വാണ്ടിറ്റി എന്തിൽ ഡിപ്പെൻഡൻസ് ഇല്ല? റോ എന്നുള്ള ക്വാണ്ടിറ്റി തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഫൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനത്തെ കേസുകളിൽ നമുക്ക് ആ രണ്ട് ഇൻ്റഗ്രലിനെ ആദ്യം തന്നെ, ആ രണ്ട് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡി തീറ്റ, ഇൻ്റഗ്രൽ ഡി തീറ്റ അല്ല, ഇൻ്റഗ്രൽ ഡി ഫൈ 0 to 2π, അതേപോലെ തന്നെ ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ. ഞാൻ കഴിഞ്ഞ ഏതോ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇൻ്റഗ്രൽ 0 to 2π ഡി ഫൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 2π എന്നുള്ള വാല്യൂ കിട്ടും. ഇനി ഇൻ്റഗ്രൽ 0 to π നോട്ട് തീറ്റ 0 to π സൈൻ തീറ്റ ഡി തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റിസൾട്ട് 2 ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു സ്ഫെറിക്കൽ സിമെട്രി ഉള്ള കേസിൽ നമ്മളൊരു വോളിയം എലമെൻറ്റിലുള്ള ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഡി തീറ്റയിൽ നിന്നും ഡി ഫൈയിൽ നിന്നും ടോട്ടൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് എന്തായിരിക്കും? ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഒരു 4π കിട്ടും. ഓക്കെ, അതായത് അപ്പോൾ ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡി ടോ എന്നുള്ള ക്വാണ്ടിറ്റി എന്ത് സമയത്ത്, ഒരിക്കൽ കൂടെ പറയുന്നു, സ്ഫെറിക്കൽ സിമെട്രി ഉണ്ടെങ്കിൽ, സ്ഫെറിക്കൽ സിമെട്രി ഉള്ള കേസുകളിൽ ഇത് വോളിയം എലമെൻറ്റിനെ നമുക്ക് എഴുതാൻ പറ്റുന്നത്, ആക്ച്വലി വോളിയം എലമെൻറ്റ് ഡി ടോ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ആർ സ്ക്വയർ, ഇങ്ങനെ തന്നെ എഴുതുന്നു, ഡി ആർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. സ്ഫെറിക്കൽ സിമെട്രി ഉണ്ടെങ്കിൽ ഇത് രണ്ടും എഴുതേണ്ട കാര്യമില്ല, അതിന് പകരം എന്ത് എഴുതിയാൽ മതി? 4π എഴുതിയാൽ മതി. അപ്പോൾ ഡി ടോ എന്നുള്ള ക്വാണ്ടിറ്റി എന്ത് മാത്രമായിരിക്കും? 4π ആർ സ്ക്വയർ ഡി ആർ ആയിരിക്കും. സ്ഫെറിക്കൽ സിമെട്രി ഉണ്ടെങ്കിൽ ഡി ടോ മസ്റ്റ് ബി ഈക്വൽ ടു 4π ആർ സ്ക്വയർ ഡി ആർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, കാരണം ഇവിടെ 1/ε0 എന്നുള്ള ക്വാണ്ടിറ്റി നമ്മളുടെ ഗോസ് തിയറത്തിൽ നിന്ന്, ഗോസസ് ലോയിൽ നിന്ന് വരുന്നത്. ഇൻ്റഗ്രൽ റോ ഡി ടോ എന്നുള്ള ക്വാണ്ടിറ്റിയിൽ വോളിയം എലമെൻറ്റ് ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈ. ഇനി കെ ആർ എന്നുള്ളത് നമ്മളുടെ റോയ്ക്ക് പകരം നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഡി ടോയിൽ നിന്ന് വരുന്ന ഒരു ആർ സ്ക്വയർ, ഇവിടെ നിന്ന് വരുന്ന ഒരു 4π. അപ്പോൾ എന്ത് ചെയ്യുന്നു? 4π കെനി ഔട്ട് സൈഡ് എടുത്തു, ആർ ഇൻറ്റു ആർ സ്ക്വയർ ആർ ക്യൂബ് ഇൻ്റഗ്രൽ 0 to ആർ ക്യൂബ് ഡി ആർ. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ r⁴/4 4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ πk r⁴ ഡിവൈഡഡ് ബൈ ε0. ഓക്കെ, അപ്പോൾ ഇതെന്ത് ക്വാണ്ടിറ്റിയാണ് കിട്ടിയത്? നമ്മുടെ റൈറ്റ് സൈഡാണ് ഇതേപോലെ കിട്ടിയത്. ഇനി ആ റൈറ്റ് സൈഡിൽ നിന്ന്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4π ആർ സ്ക്വയർ എന്നുള്ള ക്വാണ്ടിറ്റി, ആ 4π ആർ സ്ക്വയർ ഈ സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ r⁴ ഒരു പവർ ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമ്മൾ എഴുതേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ രൂപത്തിൽ ഒന്നുകിൽ പൈ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ 1/4πε0 π k ആർ സ്ക്വയർ ആർ ക്യാപ്പ് എന്നുള്ളത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അടുത്ത പ്രോബ്ലം നോക്കാം. A hollow spherical shell carries charge density rho is equal to k by r square in the region a less than r less than b. അതായത് ഇത് നമ്മളുടെ തിക്കായിട്ടുള്ള, കുറച്ച് തിക്കായിട്ടുള്ള സ്ഫെറിക്കൽ ഷെല്ല്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആ ഒരു ഇടയിൽ കുറച്ച് ഭാഗത്ത് വോളിയം ചാർജ് ഡെൻസിറ്റി ഉള്ള രൂപത്തിൽ. അപ്പോൾ നമ്മൾ സർഫസ് ചാർജ് അല്ല പറയുക, വോളിയം ചാർജ് ഡെൻസിറ്റിയാണ് പറയുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഹോളോ ആയിട്ടുള്ള ഭാഗത്തുള്ള
ഇലക്ട്രിക് ഫീൽഡ് കാണണം. പിന്നെ ആ തിക്കായിട്ട് നിൽക്കുന്ന ഭാഗത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഔട്ട് സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണം. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കേസുകളിൽ ഇപ്പം നമുക്ക് 2-3 പ്രോബ്ലം അനലൈസ് ചെയ്തപ്പോൾ നമുക്കറിയാം ചാർജ് എൻക്ലോസ്ഡ് ഇല്ല എങ്കിൽ, അതായത് ഗോസിയൻ സർഫസ് ഒരു ചാർജും എൻക്ലോസ് ചെയ്യുന്നില്ല എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഒന്നുകൂടെ പറയാം. ചാർജ് എൻക്ലോസ്, അതായത് 1/ε0 Q എൻക്ലോസ്ഡ് ആണ്. ഗോസിയൻ സർഫസ് ഒരു ചാർജും എൻക്ലോസ് ചെയ്യുന്നില്ല എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്പോൾ 0 ആയിരിക്കും. അപ്പോൾ ഇനി അത് അങ്ങനത്തെ കേസുകളിൽ ഡയറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് നേരിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി അത് പറയുന്നില്ല. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള ഭാഗം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിൻ്റെ ഇടയിലുള്ള ഭാഗത്താണെന്നുണ്ടെങ്കിൽ എവിടെയാണോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാണുന്നത് അവിടെയാണ് നമ്മുടെ ഗോസിയൻ സർഫസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഏതെങ്കിലും ഒരു സ്മോളർ റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഫിയർ, R റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി അതാണ് നമ്മളുടെ എന്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? ഗോസിയൻ സർഫസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഏത് മുതൽ ഏത് വരെ ആവും ഇപ്പോൾ ചാർജ് എൻക്ലോസ് ചെയ്യുന്നത്? A മുതൽ R വരെ. കാരണം എത്രയാണോ ഗോസിയൻ സർഫസ് വരുന്നത് അതുവരെ ചാർജ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഇവിടെ മുതൽ. ഹോളോ ആയിട്ടുള്ള ഭാഗത്ത് എന്ത് വേണ്ട? ആക്ച്വലി 0 മുതൽ ഇവിടുത്തെ 6 വരെയാണ്. പക്ഷേ നമ്മൾ 0 മുതൽ എടുക്കേണ്ട കാര്യമില്ല. കാരണം അപ്പോൾ ഇൻ്റഗ്രലിന് രണ്ടാക്കി മാറ്റി എഴുതേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഏത് മുതൽ മതി? A മുതൽ R വരെ മാത്രമാണ് ചാർജ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ഉള്ളത്. അപ്പോൾ ആ Q എൻക്ലോസ്ഡ് കാണുമ്പോൾ നമ്മൾ അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? E × 4πr² നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി 1/ε0 Q എൻക്ലോസ്ഡ്. Q എൻക്ലോസ്ഡിനെ ഇൻ്റഗ്രൽ ρ d എഴുതി. റോ എന്നുള്ള ക്വാണ്ടിറ്റി K/r². ഇനി ഇവിടെ ആലോചിച്ച് നോക്കുക. റോ എന്നുള്ളത് K/r² എഴുതി. ഇവിടെ സ്ഫെറിക്കൽ സിമെട്രി ഉണ്ട്, അതുകൊണ്ട് ഇവിടെ എന്ത് വരും? സ്ഫെറിക്കൽ സിമെട്രി ഉള്ളത് കൊണ്ട് ഇവിടെ നിന്ന് 4π എന്നുള്ള ക്വാണ്ടിറ്റി, 4πr² എന്നുള്ള ക്വാണ്ടിറ്റി, ഈ r² ഈ r² ക്യാൻസൽ ചെയ്തു. ഓക്കെ, 4π K ഔട്ട് സൈഡ് എടുത്തു. അടുത്ത സ്റ്റെപ്പിൽ 4πk ഔട്ട് സൈഡിൽ വന്നു. ε0 ഡിനോമിനേറ്ററിൽ ഇൻ്റഗ്രൽ A to R dr ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ R - A ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ക്വാണ്ടിറ്റി കിട്ടി. ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്? E × 4πr² ഉണ്ട്. 4π രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്തു. r² ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു. ദെൻ എന്തുണ്ടായിരിക്കും? K /ε0 R - A /r², r². അപ്പോൾ എന്തായി? ഈ റീജിയനിലെ അത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ഇനി നമ്മൾ അടുത്തത്
ഔട്ട് സൈഡിലാണ് കാണുന്നത്. അപ്പോൾ ഔട്ട് സൈഡിൽ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഗോസിയൻ സർഫസ് വലുതാക്കണം. ഗോസിയൻ സർഫസ് ആ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ പുറത്തേക്കാക്കി. ഇപ്പോൾ അവിടേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ആറായിട്ട് പറയുന്നത്. ദെൻ ഇപ്പോൾ ഏത് മുതൽ ഏത് വരെ ചാർജ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? എ മുതൽ ബി വരെ. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി ആയിരിക്കും ഇത് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റു 4πr², ദാറ്റ് ഈസ് ഈക്വൽ ടു 1/ε0. ക്യൂ എൻക്ലോസ്ഡ് ആണ്. ഇനി ആ സ്റ്റെപ്പുകളൊന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്തതാണ്. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 റോ ഡീറ്റോ ആണ്. റോയ്ക്ക് പകരം k/r², r² സൈൻ തീറ്റ dr d തീറ്റ d∅. ഇനി r² ക്യാൻസൽ ചെയ്തു ഇവിടെ നിന്ന്, കാരണം 4π എന്നുള്ള ക്വാണ്ടിറ്റി ഇവിടെ നിന്ന് വരും. അതിനെ പുറത്തേക്ക് നിർത്തി 4πk ഡിവൈഡഡ് ബൈ ε0. ഇതുവരെയുള്ള സ്റ്റെപ്പ് സെയിം തന്നെയാണ്. ഇനി എന്തുമാത്രം സ്റ്റെപ്പ് മാറും? ഇവിടെ എ ടു ആറിന് പകരം എ ടു ബി ആവും. കാരണം എ ടു ആറല്ല ചെയ്യേണ്ടത്. കാരണം പുറത്തേക്ക് എന്തില്ല? ഈ കുറച്ച് ഭാഗത്ത്, അതായത് ഷെല്ലിൻ്റെ പുറത്തുള്ള ഭാഗത്ത് ചാർജ് ഇല്ല. അപ്പോൾ ചാർജ് വാല്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് എ ടു ബിയിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അവിടെ എന്തായിരിക്കും? 4π, ഇവിടെ എ ടു ബി ആണ്, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ബി മൈനസ് എ കിട്ടും. 4πk/ε0 ബി മൈനസ് എ. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിലേക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു r² വരും. 4π ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടാവും. ദെൻ ഈസ് ഈക്വൽ ടു k/ε0 ബി മൈനസ് എ ഡിവൈഡഡ് ബൈ r² r³ ആയിരിക്കും. അടുത്തത് അടുത്ത പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് എ ഡിസ്റ്റൻസ് s ഫ്രം ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ which carries a uniform line charge lambda. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലൈൻ ചാർജ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ലൈൻ ചാർജ് ആയതുകൊണ്ട് അതിൽ നിന്ന് എസ് ഡിസ്റ്റൻസിലുള്ള, ലൈൻ ചാർജിൽ നിന്ന് എസ് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റിലാണ് നമ്മളോട് ഫീൽഡ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ഇൻഫൈനൈറ്റ് വയർ സെൻറ്ററിലാവുന്ന ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യാം. സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ്, എൽ ലെങ്ത് ഉള്ള, എസ് റേഡിയസ് ഉള്ള ഒരു സിലിണ്ടർ ഗോസിയൻ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു 1/ε0 ക്യൂ എൻക്ലോസ്ഡ് ആണ്. ഇനി സ്ഫിയർ പോലെയല്ല നമ്മളിവിടെ ആലോചിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ സർഫസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ, അതായത് ഇ ഡോട്ട് ഡി എ എന്നുള്ള ക്വാണ്ടിറ്റിയിൽ ഇവിടെ 3 സർഫസ് ഉണ്ട്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ, അതായത് സർക്കുലാർ ആയിട്ടുള്ള രണ്ട് ക്രോസ് സെക്ഷൻ ആയിട്ട് വരുന്ന രണ്ട് ഭാഗത്ത് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും അതേപോലെ തന്നെ, കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗോസിയൻ സർഫസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു ഇത് വരാം, സിലിണ്ടർ ആകുമ്പോൾ ഇവിടുത്തെ ഒരു ഇതും ഈ രണ്ട് സർക്കുലർ ക്രോസ് സെക്ഷൻ വരുന്ന ഭാഗത്ത് DAന്റെ ഡയറക്ഷനും ഇയുടെ ഡയറക്ഷനും എങ്ങനെയായിരിക്കും? ഇയും അതേപോലെ തന്നെ ഇതും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ പെർപെൻഡിക്കുലർ ആവുന്നത് കൊണ്ട് ഈ ഡോട്ട് DA ചെയ്യുന്ന സമയത്ത് cos 90 മസ്റ്റ് ബി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് സർഫസ് മാത്രം എടുത്താൽ മതി? ഈ കർവ്ഡ് സർഫസ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇ ഇൻറ്റു കർവ്ഡ് സർഫസിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? 2πs ഇൻറ്റു L ആയിരിക്കും. ഓക്കെ, ഇനി 1/ε0 Q എൻക്ലോസ്ഡ്. Q എൻക്ലോസ്ഡ് ഇപ്പം നമ്മൾ എടുക്കുന്ന ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ്, ടോട്ടൽ ചാർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈൻ ചാർജ് ആണ്. അപ്പം ലെങ്ത്തിനെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. അപ്പോൾ 1/ε0 ലാംഡ L എന്നുള്ള ക്വാണ്ടിറ്റി, ദെൻ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2πε0. ഇതിന് ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. എല്ലിനെ ക്യാൻസൽ ചെയ്തു. ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2πε0 എസ് ക്യാപ്പ്. അതായത് ഇവിടെ എസ് എന്ന് പറയുന്നത് റേഡിയസിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ്. റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ലോങ് ഹോളോ സിലിണ്ടർ ഓഫ് റേഡിയസ് R has a surface charge density sigma. Find the electric field inside and outside the cylinder. ഇവിടെ ഹോളോ സിലിണ്ടർ ആണ്. ഇൻസൈഡ്ലി ഔട്ട്സൈഡ്ലി ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഇത് ചെയ്തെടുക്കുന്ന ഗോസിയൻ സർഫസ് എന്ത് തന്നെയായിരിക്കും? സിലിണ്ടറിക്കൽ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളുടെ കർവ്ഡ് സർഫസിൽ അവിടുത്തെ കോൺട്രിബ്യൂഷൻ ഇൻ്റഗ്രൽ ഫ്ലെക്സിൽ ഉണ്ടാവില്ല. സോറി, കർവ്ഡ് സർഫസിൽ മാത്രമാണ് ഫ്ലെക്സിൽ ഉണ്ടാവുന്നത്, സർക്കുലർ ക്രോസ് സെക്ഷനിൽ ഉണ്ടാവില്ല. കർവ്ഡ് സർഫസിലെ മാത്രം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഇൻ്റഗ്രൽ കർവ്ഡ് EdS is equal to Q enclosed divided by ε0. ഇനി കർവ്ഡ് സർഫസിൻ്റെ, അതായത് നമ്മൾ ആദ്യം ഔട്ട്സൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ ഔട്ട്സൈഡിലുള്ള അവിടേക്കുള്ള ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് സ്മോൾ ആർ. അതായത് ഗോസിയൻ സർഫസിന് എപ്പോഴും നമ്മൾ റേഡിയസ് സ്മോൾ ആർ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ അതിൻ്റെ ഒരു ഹൈറ്റ് നമ്മൾ h ആയിട്ട് അസ്യൂം ചെയ്യുന്നു വിചാരിക്കുക. ഗോസിയൻ സർഫസിൻ്റെ ഹൈറ്റ് ആണ് അല്ലെങ്കിൽ ലെങ്ത് ആണ്, ആ സിലിണ്ടറിൻ്റെ ലെങ്ത് ആണ് നമ്മൾ h ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സർഫസ് ഏരിയ 2πr ഇൻറ്റു h ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു Q എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ ε0. അപ്പോൾ നമുക്ക് ജനറലി E ഈസ് ഈക്വൽ ടു Q എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ 2πε0 RH ഒബ്റ്റെയിൻ ചെയ്യും. ഇനി നമുക്ക് ഇവിടുത്തെ കേസിൽ നമുക്കറിയാം ഇൻസൈഡിൽ Q എൻക്ലോസ്ഡ് 0 ആണ്, അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇനി അതേപോലെ തന്നെ ഔട്ട്സൈഡിലാണെന്നുണ്ടെങ്കിൽ എൻക്ലോസ് ചെയ്ത ചാർജ് കാണണം. എൻക്ലോസ് ചെയ്ത ചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ മുകളിലുള്ള ചാർജ്. Q എൻക്ലോസ്ഡ്
നമ്മളിവിടെ കാണുകയാണെങ്കിൽ ക്യു എൻക്ലോസ്ഡ് എന്തായിരിക്കും? ക്യു എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻ്റഗ്രൽ ഡി എ ആണ്, സിഗ്മ ഇൻറ്റു 2πr 2πr ഇനി എത്രയാണോ അവിടെ അതിൻ്റെ ലെങ്ത് എങ്കിൽ സിഗ്മ ഇൻറ്റു 2πr ഇൻറ്റു എച്ച്. കാരണം ഇവിടെ എച്ച് കൊടുക്കാനുള്ള കാരണം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സിലിണ്ടറിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഗോസിയൻ സർഫസ് നമ്മൾ എടുക്കുന്ന സിലിണ്ടറിൻ്റെ ഹൈറ്റ് എത്രയാണോ അത്ര ഭാഗത്ത് മാത്രമാണ് ഇവിടെ ഇപ്പോൾ ക്യു എൻക്ലോസ്ഡ് നമുക്ക് ഈ ക്വാണ്ടിറ്റി സിഗ്മ ഇൻറ്റു 2π ഇൻറ്റു ആർ ഇൻറ്റു എച്ച് അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ മസ്റ്റ് ബി ഈക്വൽ ടു എന്തായിരിക്കും? സിഗ്മ ആർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് സർഫസിലുള്ളത് ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സർഫസിൽ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആയിരിക്കും. അപ്പം നമുക്ക് സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആർ ക്യാപ്പ് ആയിരിക്കും. ഇവിടെ ഡയറക്ഷൻ ആർ ക്യാപ്പ് ആയിരിക്കും. ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും ഫീൽഡ് ഉണ്ടായിരിക്കുക. ഇത് ഹോളോ സിലിണ്ടർ ആണെങ്കിൽ ഇതേപോലെയാണ്. ഇനി ചില കേസിൽ ഹോളോ സിലിണ്ടർ തന്നെ ആയിരിക്കും, പക്ഷെ തിക്കായിട്ടുള്ള ഹോളോ സിലിണ്ടർ. ഇത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം കുറച്ച് തിക്നെസ് ഉണ്ടാകും. ഷെല്ലിന് പുറത്തുള്ള ഇതിന് കുറച്ച് തിക്നെസ് ഉണ്ടാകും. സാധാരണ നമ്മുടെ PVC പൈപ്പൊക്കെ അതേപോലെ അതിന് കുറച്ച് തിക്നെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ രൂപത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നമുക്ക് തിക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പെർട്ടിക്കുലർ വോളിയം ഉണ്ടായിരിക്കും. ആ സമയത്ത് വോളിയം ചാർജ് ഡെൻസിറ്റി ആയിരിക്കും നമുക്ക് തരിക. അടുത്ത പ്രോബ്ലം നോക്കാം. എ ലോങ് സിലിണ്ടർ ഓഫ് റേഡിയസ് R has a volume charge density rho. ഇവിടെ സിലിണ്ടർ ആണ് തന്നിരിക്കുന്നത്, ഹോളോ ആയിട്ടല്ല. ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഔട്ട്സൈഡ്. ഓക്കെ, നേരത്തെ ചെയ്തിട്ടുള്ള അതേ കണ്ടീഷൻസ് തന്നെയാണ്. ഇതുവരെ ഉള്ളത് റിപ്പീറ്റ് ആണ്. E is equal to Q enclosed divided by 2π epsilon 0 R into H. ഇനി ഇൻസൈഡിലാണെങ്കിൽ, ഇൻസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും പോയിന്റിലാണെന്നുണ്ടെങ്കിൽ അപ്പം അവിടെ നമ്മൾ റോ എന്നുള്ളത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് അതുവരെയുള്ള വോളിയം മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുവരെ ക്ലിയർ ആയിരിക്കും. ക്യു എൻക്ലോസ്ഡ് കാണണമെങ്കിൽ ഇൻ്റഗ്രൽ 0 to R റോ ഡിറ്റോ റോ ഇൻറ്റു 0 to R ഡിറ്റോ. ഇനി അതിൽ അതുവരെയുള്ള അതിൻ്റെ വോളിയം റോ ഇൻറ്റു വോളിയം എത്രയായിരിക്കും? സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പൈ ആർ സ്ക്വയർ. എച്ച് ആണ് നമ്മൾ അതിൻ്റെ ലെങ്ത് ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൈ ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച് ആയിരിക്കും. ഓക്കെ, ക്യു എൻക്ലോസ്ഡ് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇൻസൈഡിലുള്ള ഫീൽഡ് റോ ആർ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0 ആയിരിക്കും. ഇനി ഗ്രേറ്റർ ദാൻ ആർ അതായത് ഔട്ട്സൈഡിലുള്ള ഫീൽഡ് കാണണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുന്നത് ഇൻ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. ഏതുവരെയാണ് ചാർജ് കണ്ടെയ്ൻ ചെയ്യുന്നത്? ആ സിലിണ്ടറിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് 0 to ക്യാപിറ്റൽ ആർ ആയിരിക്കും. ഇവിടെ 0 to സ്മോൾ ആർ, ഇവിടെ ക്യാപിറ്റൽ ആർ.
കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് മാത്രമേ മാറ്റം വരുള്ളൂ, പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എച്ച് ആയിരിക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇവിടെ കാരണം മുകളിൽ ഇവിടുത്തെ പോലെ ക്യാൻസൽ ചെയ്ത് പോവില്ല, സിഗ്മ ആർ സ്ക്വയർ ക്യാപിറ്റൽ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0 ആർ ആയിരിക്കും. ഇനി സർഫസിലാണെങ്കിലോ ആർ ഇസ് ഈക്വൽ ടു ആർ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും, ഒരു ആർ ക്യാൻസൽ ചെയ്യും, റോ ആർ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0, റോ ആർ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0. ഇത്ര പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് 2 പോയിന്റും കൂടെ പറയാം. അത് നമ്മളൊരു പ്ലെയിൻ ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഈ പ്രോബ്ലത്തിലും ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിലും ഒരു യൂണിഫോം സർഫസ് യൂണിഫോം ചാർജ് ഡെൻസിറ്റി സിഗ്മയുടെ ടേമിൽ നമ്മൾ എക്സ്പ്രഷൻസ് പറഞ്ഞ് അതിനെ നമ്മൾ ചെയ്യാറുണ്ട്. ഈ രൂപത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് യൂണിഫോം ചാർജ് ഡെൻസിറ്റി, അതായത് അതൊരൊറ്റ ലെയറായിട്ട് നിൽക്കുന്ന പോലെ, ഒരൊറ്റ ലെയറായിട്ട് ചാർജ് അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് എന്തായിരിക്കേണ്ടി വരും, ഇതൊരു നോൺ കണ്ടക്റ്റിംഗ് ആവണം. കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ചാർജ് സർഫസിൽ മാത്രമായിട്ട് അലൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു തിൻ ഷീറ്റിന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു, തിൻ ഷീറ്റിന് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0 ആയിരുന്നു. ഒരു ഫിഗർ ഞാൻ ഈ സൈഡിൽ ജസ്റ്റ് ഒരു ഫിഗർ കാണിക്കുകയാണ്. അതായത് ഇവിടെ സിഗ്മ എന്നുള്ള ഒരു ഒറ്റ ലെയർ ആയിട്ടാണ് ഇത് നിൽക്കുന്നതെങ്കിൽ ഈ സൈഡിലുള്ള ഫീൽഡ് 2 എപ്സിലോൺ 0, ഇവിടെ ഉള്ളതും ഫീൽഡും 2 എപ്സിലോൺ 0 ആവും. ഓക്കെ. പക്ഷേ ഇത് കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷീറ്റ് ആണെങ്കിൽ, എ കണ്ടക്റ്റിംഗ് ഷീറ്റ് വിത്ത് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്, കണ്ടക്റ്റിംഗ് ഷീറ്റാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കണ്ടക്റ്റിംഗ് ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഷീറ്റിൽ നമ്മളൊരു ചാർജ് ഡെൻസിറ്റി സിഗ്മ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചാർജ് 2 സർഫസിലായിട്ട് അലൈൻ ചെയ്യും. അതായത് ഈ സർഫസിലുണ്ടായിരിക്കും ചാർജസ്, അതേപോലെ ഈ ചാർജ് 2 സർഫസിലും ചാർജസ് ഉണ്ടായിരിക്കും. അത് രണ്ടും പ്ലസ് സിഗ്മയുടെ തന്നെ ആയിരിക്കും. അതായത് ഇവിടെ അടുത്തടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതായിട്ട് ചാർജസിൻ്റെ ഇത് അറിയാലോ, വളരെ നാരോ. ഇപ്പം നമ്മൾ ഇതിൻ്റെ തിക്നെസ് വളരെ നാരോ ആയിട്ട് തന്നെയാണ്, പക്ഷേ ഈ ഭാഗത്തും ചാർജസ് ഉണ്ടായിരിക്കും, ഈ ഭാഗത്തും ചാർജസ് ഉണ്ടാകും. അപ്പോൾ 2 ചാർജസ് രണ്ടും എന്ത് തന്നെയാണ്, പ്ലസ് തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ 2 ലെയറായിട്ട് ചാർജസ് അലൈൻ ചെയ്തിട്ടുണ്ടാവും, രണ്ടിൻ്റെയും ചാർജ് ഡെൻസിറ്റി സിഗ്മ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് E1 കൊണ്ട് ഒരു സിഗ്മ ബൈ എപ്സിലോൺ 0, രണ്ടിൻ്റെ ഡയറക്ഷൻ ഇവിടെ ഔട്ട്സൈഡാണ്, ഇവിടെ ഔട്ട്സൈഡാണ്. ഇനി E2 കൊണ്ടും എന്തുണ്ടായിരിക്കും, ഇവിടെ ഔട്ട്സൈഡ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇവിടെ ഔട്ട്സൈഡ് ഉണ്ടായിരിക്കും. ആ ക്വാണ്ടിറ്റി എന്ത് തന്നെയാണ്, സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0 തന്നെയാണ്. ഓക്കെ. അപ്പോൾ സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0 ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ ടോട്ടൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0. ഇപ്പോൾ ടോട്ടലി സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആയിരിക്കും ആൻസർ വരിക. അതായത് എ കണ്ടക്റ്റിംഗ് ഇൻഫൈനൈറ്റ് ഷീറ്റ് ഹാവിങ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. നോൺ കണ്ടക്റ്റിംഗ് ആണെങ്കിൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. കണ്ടക്റ്റിംഗ് ആണെങ്കിൽ അത് പ്രത്യേകം പറയുന്നുണ്ടെങ്കിൽ
അത് കൺഫ്യൂസിങ് ആവരുത്. അപ്പോൾ അതുകൊണ്ട് കണ്ടക്റ്റിംഗ് ആണെങ്കിൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും ആൻസർ വരുന്നത്. നോൺ കണ്ടക്റ്റിംഗ് ആണെങ്കിൽ സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0. ഞാൻ പറഞ്ഞിരുന്നു, വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ ട്രൈ ചെയ്ത് നോക്കാം.